ഞാനിനി തിരിച്ചു ചെല്ലേണ്ടത് എൻ്റെ പ്രൈ ഗ്രൂപ്പിലേക്ക് തന്നെയാണ്. ഒന്നും അറിയാത്ത ഞാൻ, ഈശോയെ അറിയാത്ത ഞാൻ, ജീസസ് ഇത് എന്താണെന്നറിയാത്ത ഞാൻ എൻ്റെ പ്രൈ ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ ഉള്ള പ്രൈ ഗ്രൂപ്പ് നശിക്കരുത്. പിന്നെ കുർബാനയിൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഈശോയുടെ അടുത്ത് പറഞ്ഞു, ഈശോ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടണം. അതായത് ഇവിടെ നടക്കണ ഒരു കാര്യം ഞാൻ അറിയാൻ പാടില്ല. ഞാൻ ശരിക്കും പറയുകയാണ്, ഞാൻ ഈശോയുടെ അടുത്ത് ബെറ്റ് വെച്ചു. എനിക്ക് ഒരൊറ്റ ചിന്തയേ ഉള്ളൂ, ഈ നടന്ന കാര്യം എല്ലാവരുടെ അടുത്തും പറയണം, അല്ലെങ്കിൽ അത് ശരിയാവില്ല, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുന്നുള്ള ചിന്തയാണ്. എന്നെ ഈശോ തൊട്ടനുഭവം എന്ന് പറഞ്ഞാൽ, തൊട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിക്കും നമ്മൾ പൂച്ചക്കുഞ്ഞി ഇങ്ങനെ പിടിച്ച് എടുക്കത്തില്ലേ, അതുപോലെ ശരിക്കും എന്നെ പിടിച്ച് ചങ്കോട് ചേർത്തൊരു അനുഭവമാണ്. അവർ കളിയാക്കും. അപ്പോൾ എനിക്ക് അതുപോലെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് ഒരു തൊലിക്കട്ടിയില്ല. സത്യം പറഞ്ഞാൽ തൊലിക്കട്ടിയില്ലാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും അത് കർത്താവാണ്. 3 ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ. കർത്താവുമായി മൽപ്പിടുത്തം നടത്തിയ യാക്കോബ് എന്ന ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് നമുക്ക് പഴയ നിയമത്തിൽ അറിയാം. എന്നാൽ ഇവിടെ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന യുവാവ് അതിലും വ്യത്യസ്തനാണ്. താൻ ഭൂലോക തോൽവിയാണെന്ന് അറിഞ്ഞിട്ടും കർത്താവിന് മുമ്പിൽ പറയുന്ന ഒരു വാക്കിതാണ്, ഞാൻ തോൽവിയാണ്, എനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല, കർത്താവെ നീ എനിക്കിത് ചെയ്തു തരാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും എന്ന ഒരു ബെറ്റിലൂടെ കർത്താവിനെ തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ സ്പന്ദനം മനസ്സിലാക്കി അവന് വേണ്ടി മാത്രം ജീവിതം മുന്നോട്ട് വെച്ച് നടക്കുന്ന ഒരു യുവാവിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ തമ്പുരാനുമായിട്ട് പ്രത്യേകമായിട്ടൊരു വാഗ്വാദം നടത്തി. തമ്പുരാനെ ഇനി എനിക്ക് ഒട്ടും പറ്റത്തില്ല, ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഇനി നിനക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞുകൊണ്ട് തമ്പുരാൻ്റെ ഒരു പ്രത്യേകമായ അനുഗ്രഹം അല്ലെങ്കിൽ ഒരു കൃപ തിരിച്ചറിഞ്ഞൊരു വ്യക്തിത്വമാണ് ജെറിൻ, അല്ലേ? അപ്പോൾ ജെറിന് അതിനെക്കുറിച്ച് ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഞാൻ തോൽവിയാണ് എന്ന് മനസ്സിലാക്കിയ, ഭൂലോക തോൽവിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഈ തോൽവിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ കർത്താവ് ചെയ്തോളാൻ പറഞ്ഞ ആ ഒരു മാറ്റമല്ലേ, അതിൽ നിന്ന് കർത്താവ് അനുഭവം തന്നു, അതിൽ നിന്ന് എങ്ങനെ വളർന്നു, അതിനെക്കുറിച്ചൊന്ന് പങ്കുവയ്ക്കാൻ പറ്റുമോ? ഓക്കെ, സിസ്റ്ററിനെ പോലെ എൻ്റെ ജെറിൻ, വീട് ചേലൂരാണ്. വീട്ടിൽ അപ്പൻ, അമ്മ, അനിയനാണ് ഉള്ളത്. അപ്പൻ ഇലക്ട്രിക്കൽ വർക്കാണ് ചെയ്യുന്നത്, അമ്മ മാള IT സ്റ്റാഫാണ്. അനിയന് 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഞാൻ KIC ഡയറി ഡിവിഷൻ, അതായത് കോനിക്കരയുള്ള KIC ഡയറി ഡിവിഷനിൽ ഇലക്ട്രീഷ്യനായിട്ട് വർക്ക് ചെയ്യുവാണ്. 5 വർഷമായി. അതാണ് എൻ്റെ ഫാമിലിയും അല്ലെങ്കിൽ പറയുവാണെങ്കിൽ. പിന്നെ ഞാൻ ജീസസ് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഞാൻ 2016 ജേവയുടെ ഭാഗമാവുന്നത്. ഇപ്പോൾ നിലവിൽ സോണൽ കൗൺസിൽ ടീം മെമ്പറാണ്. ഞാനീ പറഞ്ഞ പോലെ ഈശോനെ ഞാൻ അറിയുന്ന ഒരു സമയം 2018 ഒക്ടോബർ മാസത്തിലാണ്. ഈ ഒരു മാസത്തിൽ തന്നെയാണ്. അതായത് ഒരു ലീഡർഷിപ്പിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ ഒരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്ത് ഏകദേശം ഒരു 3 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു. 3 ദിവസത്തെ പ്രോഗ്രാം കഴിഞ്ഞ് പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഞാനിനി തിരിച്ചു ചെല്ലേണ്ടത് എൻ്റെ പ്രൈ ഗ്രൂപ്പിലേക്ക് തന്നെയാണ്. ഒന്നും അറിയാത്ത ഞാൻ, ഈശോയെ അറിയാത്ത ഞാൻ, ജീസസ് ഇത് എന്താണെന്നറിയാത്ത ഞാൻ എൻ്റെ പ്രൈ ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ ഉള്ള പ്രൈ ഗ്രൂപ്പ് നശിക്കരുത്, അല്ലെങ്കിൽ ഉള്ള പ്രൈ ഗ്രൂപ്പ് കുറച്ചും, അതായത് വലിയ അടിപൊളിയായിട്ട് പോകണമെന്നുള്ള കാര്യമൊന്നുമല്ല, എങ്കിലും ആ പ്രൈ ഗ്രൂപ്പ് നിന്ന് പോവാതെ 1 വർഷം എങ്ങനെയെങ്കിലൊക്കെ തട്ടിമുട്ടി പോകണം. അതിനെന്താ ഞാൻ ചെയ്യേണ്ട കർത്താവ്, എനിക്കറിയാൻ പാടില്ല എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഞാൻ കർത്താവിൻ്റെ അടുത്ത് പറയുന്നത്. ഈ ചേട്ടന്മാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായിരിക്കാം, എൻ്റെ കഴിവ് നിനക്കറിയാലോ, എൻ്റെ കഴിവൊന്നും എനിക്കില്ല, പക്ഷേ നീ എന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് ഞാൻ ചോദിച്ചത്. ഒരു അഡോറേഷൻ ടൈമായിരുന്നു. ഈശോനെ ഇങ്ങനെ എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ബ്ലെസ് ചെയ്യാനായിട്ട് ഇങ്ങനെ മുട്ടുകുത്തി ഇങ്ങനെ നിർത്തിയിരിക്കുന്ന സമയം. അപ്പോൾ ആ സമയത്ത് അങ്ങനെ MC ചെയ്യുന്ന ആ ചേട്ടൻ പറഞ്ഞായിരുന്നു, നിങ്ങളുടെ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ഈശോയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ മൈൻഡിലേക്ക് വന്നത്, എനിക്ക് കോൺസെൻട്രേഷൻ തീരില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ തന്നെ മീൻസ് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. ഇപ്പോൾ കുർബാനയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ തന്നെയും പള്ളിയുടെ അകത്തായിരിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും പുറത്തേക്കൊക്കെ എന്തെങ്കിലും വരുവാണെങ്കിൽ ജസ്റ്റ് പെട്ടെന്ന് ശ്രദ്ധ മാറും. പിന്നെ കുർബാനയിൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ഒരു
ഞാൻ അച്ഛൻ്റെ ഭംഗി അല്ലെങ്കിൽ അച്ഛൻ്റെ ഡ്രസ്സിൻ്റെ കളർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഇരുന്നാറുണ്ട്. അപ്പോൾ ഞാൻ ഈശ്വരൻ്റെ അടുത്ത് പറഞ്ഞു, ഈശ്വരൻ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടണം, അതായത് ഇവിടെ നടക്കണ ഒരു കാര്യം ഞാൻ അറിയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം ദൈവം ഉണ്ട്, എന്നെ കൊണ്ടു നടക്കുന്ന ദൈവമാണ്, എന്നെ ഇവിടെ വിളിച്ചു കൊണ്ടുപോകുന്നത് ആ ദൈവത്തിൻ്റെ ഒരു പ്ലാനൊക്കെ അനുസരിച്ചാണ് ഞാൻ വിശ്വസിക്കാമെന്ന് പറയും. അങ്ങനെ ഞാൻ ഈശ്വരൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ഒരു കാര്യം നടക്കുന്നത് ഞാൻ അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഈശ്വരൻ്റെ അടുത്ത് ബെറ്റ് വെച്ചു. നമ്മളൊരു ബെറ്റ് വയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സിസ്റ്റർ ഞാനും ബെറ്റ് വയ്ക്കുകയാണ്. അപ്പം ഞാൻ സിസ്റ്ററിൻ്റെ ഭാഗം സിസ്റ്റർ ക്ലിയർ ആക്കണം, എൻ്റെ ഭാഗം ഞാൻ ക്ലിയർ ആക്കും. അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ ബെറ്റ് വയ്ക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ആക്കാനായിട്ട് ആ ചേട്ടന്മാർ പറഞ്ഞ പോലെ അങ്ങനെ സ്തുതിക്കാൻ തുടങ്ങി. യേശുവേ ആരാധന, ഹല്ലേലൂയ എന്ന് സ്തുതിക്കാൻ തുടങ്ങി. ജീവിതത്തിൽ വന്നപ്പോൾ തൊട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് സ്തുതിപ്പ് എന്നുള്ളത്. പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്തായാലും പ്രയർ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ നേരെ ഞങ്ങളിങ്ങനെ ഞാനും സ്തുതിച്ചു തുടങ്ങി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്തുതിപ്പിൻ്റെ സൗണ്ട് കൂടി, ഹല്ലേലൂയ യേശുവേ ആരാധന എന്ന് പറയുന്ന സൗണ്ട് കൂടി. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ഓളാണ്, എല്ലാവരും ഒന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കുക. വളണ്ടിയേഴ്സും കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു നല്ല സ്തുതിച്ച് ഭയങ്കര പരിചയമുള്ളവരാണ്. ഞാൻ വെച്ചാൽ ആ ഒരു ഓളത്തിൽ നിന്ന് സ്തുതിക്കേണ്ടതാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സ്തുതിപ്പ് ഹല്ലേലൂയ എന്ന് പറഞ്ഞതിന് പകരമായിട്ട് ശരിയ ഹല ശരാരാശ അങ്ങനെ ഭാഷകൾ മാറാൻ തുടങ്ങി. അപ്പോൾ നൈസായിട്ട് കിളി പോയി തുടങ്ങി എന്താണെന്ന്. കാരണം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ഇത് എന്താ സംഭവം എന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ ഞാനങ്ങനെ ഇങ്ങനെ പിന്നെ ഞാൻ ഒന്നും നോക്കിയൊന്നുമില്ല, പോണ വഴി പോട്ടെ, എന്താണെന്ന് അറിയത്തില്ലല്ലോ, നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു, പുള്ളിക്കാരൻ്റെ കാര്യം ആളെന്ന് ചെയ്യട്ടെ എന്ന്. അങ്ങനെ ഇങ്ങനെ ആ ഒരു ഭാഷ മാറി തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തണുപ്പ് ഫീൽ ചെയ്യാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് തണുപ്പ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യണു, തല മുതൽ കാല് വരെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും കേൾക്കുന്നുണ്ടായില്ല, ഒന്നും കേൾക്കുന്നില്ല, അവിടെയുള്ള സൗണ്ടുകളൊന്നും കേൾക്കുന്നില്ല. ഞാൻ ഇങ്ങനെ കൈകൂപ്പി ഇങ്ങനെ മുട്ടുകുത്തി നിൽക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. എൻ്റെ 2 കണ്ണും ഞാൻ തുറക്കാൻ ശ്രമിച്ചു, പക്ഷെ പറ്റുന്നില്ല. എൻ്റെ കൈ കൂപ്പി പിടിച്ചത് എനിക്ക് മീൻസ് അതിങ്ങനെ വിടർത്താൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല, അവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്താണ്. എൻ്റെ മൊത്തം പോയി, അത് ആദ്യമേ തന്നെ പോയി, ഫസ്റ്റ് തന്നെ പോയി ആദ്യം തന്നെ. അതായത് ഈ ഒരു ഭാഷാവരത്തിൻ്റെ സംഭവത്തിൽ, ഭാഷാവരത്തിന് ഞാൻ ഇപ്പോഴാണ് കേട്ടോ അത് മനസ്സിലാക്കണം, അന്ന് അതൊന്നും അറിയുന്നില്ല. പക്ഷെ ആ ഒരു സംഭവം വന്നപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് തൊട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയി കാര്യം. പക്ഷെ പിന്നെ എന്നെ കൊണ്ട് പോവായിരുന്നു. കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥ, കൈ ഇങ്ങനെ കുപ്പി പിടിക്കാൻ പറ്റാത്ത അവസ്ഥ, അതുപോലെ ഒന്നും കേൾക്കാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ കുറച്ച് നേരം അങ്ങനെ പോയി, എത്ര സമയം പോയെന്നൊന്നും അറിയത്തില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു കസേരകളൊക്കെ റീഅറേഞ്ച് ചെയ്യുന്നൊരു സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ കണ്ണ് തുറക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഞങ്ങളൊരു 60ഓളം പേര് പാർട്ടിസിപ്പൻസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 30 ആയിട്ട് ഫേസ് ടു ഫേസ് ആയിട്ടാണ് ഇങ്ങനെ മുട്ടുകുത്തി ഇങ്ങനെ അച്ഛൻ ബ്ലസ് ചെയ്യാനായിട്ട് നിർത്തിയിട്ടുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ അനോയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഒരു 15ാമത്തെ ആൾ കഴിഞ്ഞാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ കഴിഞ്ഞ് ഏകദേശം ഒരു 40-45ഓളം പേരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ബ്ലസ് ചെയ്ത് കഴിഞ്ഞു. അച്ഛൻ ഓട്ടോമാറ്റിക്കലി ഇവരൊക്കെ ബ്ലസ് ചെയ്തു, എന്നെയും ബ്ലസ് ചെയ്തിട്ടുണ്ടാവണം, എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞ് അഡോറേഷൻ ക്ലോസ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഒരു ഡിന്നറിന് വേണ്ടിയിട്ട്, നൈറ്റ് അവർ ഏകദേശം ഒരു 7 മണി ആ സമയമാണ്. അപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ട് എല്ലാവരും വിടാൻ വേണ്ടി കസേരകൾ സൈഡിലേക്ക് സ്റ്റാക്ക് ചെയ്ത് വെച്ചായിരുന്നു. അത് അറേഞ്ച് ചെയ്യുന്ന ഒരു സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ പെട്ടെന്ന് എഴുന്നേക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാത്രം മുട്ടുകുത്തി ചുമരുമ്പോൾ നോക്കി കൈകൂപ്പി നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, എങ്ങനെയാ ഒന്നുമില്ല. എനിക്ക് ഒരൊറ്റ ചിന്തയേ ഉള്ളൂ, ഈ നടന്ന കാര്യം എല്ലാവരുടെ അടുത്തും പറയണം, അല്ലെങ്കിൽ അത് ശരിയാവില്ല, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുന്നുള്ള ചിന്തയാണ്. ഞാൻ അപ്പോൾ തന്നെ വേഗം പോയി. എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ എന്നാലും ഉള്ളിൽ ഒരു സാധനം ഇങ്ങനെ കിടന്ന് കത്തണ കാരണം അതെങ്ങനെ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നേരെ ഫ്രണ്ടിൽ പോയി എന്നിട്ട് ചേട്ടൻ്റെ അടുത്ത് ചേട്ടൻ എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ട് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു പ്രോഗ്രാം അത്രയും പാക്കഡ് ആടാ, സമയമില്ല, ഇന്നലെയൊക്കെ ഉണ്ടെങ്കിൽ നിനക്കിത് പറയായിരുന്നു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വിഷമമായി. പക്ഷെ എന്നിട്ട് ഞാൻ സീറ്റിൽ വന്നിരുന്നു. പക്ഷേ എനിക്കൊരു സംഭവം എന്തായാലും പറയണം, എല്ലാവരുടെ അടുത്തും പറയണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഈ ഒരു പ്രോഗ്രാം അവരെ ബ്രേക്കിന് വിടുന്ന ഒരു സമയത്ത് ഞാൻ എഴുന്നേറ്റ് നിന്ന് ഞാൻ ക്ലാപ്പ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ പ്രോഗ്രാമിൻ്റെ കൂടെ പാർട്ടിസിപ്പൻ്റ് ആയിട്ടുള്ളൊരു കുട്ടി അവൾ പറഞ്ഞു ഓക്കെ അവനെന്താ പറയാനുള്ളത് കേൾക്കാന്ന് പറഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ എഴുന്നേറ്റ് നിന്ന് എന്നെ ചുറ്റും ഒരു 30 പേര് എൻ്റെ ചുറ്റും ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് എനിക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞു. അത് ഭയങ്കരമായിട്ട് ഓക്കെ എക്സൈറ്റ്മെൻറ്റോട് കൂടി അങ്ങനെ പറയുമെന്നല്ല, പേടിച്ച് വിറച്ച് കൈയും കാലൊക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനത് പറഞ്ഞു തീർത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി
ഇറങ്ങി. അപ്പോൾ എന്നെ കുറേ ചേട്ടന്മാരൊക്കെ GC ചേട്ടന്മാരൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോയി. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഈശോ തൊട്ടനുഭവം എന്ന് പറഞ്ഞാൽ. തൊട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശരിക്കും നമ്മൾ പൂച്ചക്കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ച് എടുക്കത്തില്ലേ, അതുപോലെ ശരിക്കും എന്നെ പിടിച്ച് ചങ്കോട് ചേർത്തൊരു അനുഭവമാണ്. ജെറിനെ ഈശോ ഒരു പൂച്ചക്കുട്ടീനെ പോലെ എടുത്ത് ചേർത്ത് പിടിച്ചു എന്ന് പറഞ്ഞില്ലേ, ഈ പൂച്ചക്കുട്ടി അന്ന് വരെ ഇരുന്നിരുന്ന ആ അവസ്ഥയെക്കുറിച്ചൊന്ന് പറയാമോ? ശോകമാണ്. കാരണം ഞാൻ +2 പഠിക്കുമ്പോഴാണ് ജീസസ് യൂത്തിലേക്ക് വരുന്നത്. ജീസസ് യൂത്തിൽ വന്നുകൊണ്ടാണ് എനിക്ക് ഈശോനെ കിട്ടാനായിട്ട് സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ജീസസ് യൂത്തിൽ വരാൻ തന്നെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ +2 പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്മേറ്റും അതുപോലെ തന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ഇവർ രണ്ടുപേരാണ് എന്നെ ജീസസ് യൂത്തിലേക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത്. ആദ്യം വിളിച്ചു, അപ്പോൾ ഞാൻ വരാം എന്ന് പറഞ്ഞു, പോയില്ല. പിന്നെ 2-3 തവണ വിളിച്ചു, പോയില്ല. ഏകദേശം ഒരു 7-8 പ്രാവശ്യം, അതായത് സൺഡേ കാറ്റീസിനാണ് ഞങ്ങൾ അങ്ങനെ കാണാറ്. അപ്പോൾ സൺഡേ കാറ്റീസിന് കാണുമ്പോൾ 7-8 ആഴ്ചകൾ ഇവരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായിട്ട്. അപ്പോൾ ഞാനൊക്കെ ആദ്യമേ തന്നെ സ്കിപ്പ് ചെയ്ത് പോവും. പിന്നെ ഏറ്റവും അവസാനം എനിക്ക് ദേഷ്യം വന്നു തുടങ്ങി. കാരണം ഈ ഒരു പള്ളിക്ക് വരുന്നു, അപ്പോൾ തന്നെ നമ്മളെന്തെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആവാമെന്ന് വിചാരിക്കുന്ന സമയങ്ങളൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടേതായ പ്രവർത്തനങ്ങൾ കാര്യങ്ങൾ, പക്ഷേ ഇവരെ ഒന്ന് വിളിക്കും, അപ്പോൾ എനിക്ക് ദേഷ്യം വരും, മൈൻഡ് ഔട്ട് ആവും, ഞാൻ പോവും. അപ്പോൾ ഞാൻ ഏറ്റവും അവസാനം ഇവരുടെ അടുത്ത് പറഞ്ഞു, ഓക്കെ ഞാൻ വരാം. ലാസ്റ്റ് ഒരു 8 പ്രാവശ്യം വിളിച്ച ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ വരാം, പക്ഷേ എനിക്ക് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോരും, പ്രേ ഗ്രൂപ്പ് ഞാൻ പോരും, ഞാൻ പിന്നെ വരത്തില്ല. പിന്നെ എൻ്റെ ഒരു പ്രതികരണം ഇങ്ങനെ ആയിരിക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. അത്രയും ഞാൻ ഷൗട്ട് ചെയ്ത് എനിക്ക് അത്രയും അത്രയും ഒരു ഹരാസ്മെൻ്റ് അല്ല, ഇറിറ്റേഷനായി. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ആ പ്രേ ഗ്രൂപ്പിലേക്ക് കടന്നു പോകുന്നത്. അവിടെ ചെന്നപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹം, എല്ലാവരും ഭയങ്കര കെയറിങ്. എനിക്കിതുവരെ അങ്ങനത്തെ ഒരു സംഭവം വേറൊരു സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാനങ്ങനെ ഇരിക്കണം. ആ ഒരു സമയത്ത് എനിക്കിഷ്ടമായി, സത്യം പറഞ്ഞാൽ എനിക്ക് ആ പ്രേ ഗ്രൂപ്പ് ഇഷ്ടമായി. അപ്പോൾ ഞാൻ ആ പ്രേ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. ഇനി ഒരു പ്രേ ഗ്രൂപ്പിൽ വിളിച്ചതിന് നന്ദി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ പ്രേ ഗ്രൂപ്പിൽ ഇറങ്ങുന്നത്. അങ്ങനെ ഏകദേശം ഒരു 3 വർഷത്തോളം ഞാൻ ആ ഒരു പ്രേ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു. എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം ഇഷ്ടപ്പെട്ട് ഞാൻ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. അത് ഞാൻ എന്ത് വില കൊടുത്തിട്ടും അല്ലെങ്കിൽ എൻ്റേതായ സംഭവങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ ഞാൻ പോകും. അപ്പോൾ 3 വർഷം ഞാൻ പ്രേ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു. എന്തൊക്കെ പ്രോഗ്രാമുകൾ കാര്യങ്ങൾ അല്ലെങ്കിൽ ഫംഗ്ഷൻസ്, ഫാമിലി ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഞാൻ മാക്സിമം ജീസസ് യൂത്തിൻ്റെ ഭാഗമാവാൻ ഞാൻ ശ്രമിച്ചായിരുന്നു. ജീസസ് യൂത്ത് എന്താണെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല, ഇവരുടെ ഒരു കെയറിങ്ങിൻ്റെ പുറത്താണ് അങ്ങനെയൊക്കെ ചെയ്തായിരുന്നത്. അങ്ങനെ 2018 ഞാൻ എൻ്റെ +2 കഴിഞ്ഞു, ITI കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ജോലിക്ക് കയറി. ഇരിഞ്ഞാലക്കുട കൈസിൻ്റെ സ്ഥാപനത്തിലാണ് ഞാൻ ജോലിക്ക് കയറുന്നത്. ആ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം വരുന്നുണ്ടെന്ന് അറിയിച്ചു. അപ്പോൾ അതിനു മുമ്പ് തന്നെയാണ് എൻ്റെ അതുവരെ പ്രേ ഗ്രൂപ്പിൻ്റെ ലീഡറായിരുന്ന കുട്ടി, അവൾ ഫുൾ ടൈമർഷിപ്പിന് വേണ്ടിയിട്ട്, അതിന് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് തായ്ലൻഡിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ലീഡർ അവിടെ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീസസിൻ്റെ ഒരു ഇതിൽ പാനലൊക്കെ ഇട്ട് അങ്ങനെയാണ് ഒരു എലക്ഷനൊക്കെ ഉണ്ടാവുക. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, ഞാനിങ്ങനെ ഭയങ്കര ആത്മാർത്ഥതയും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാനിങ്ങനെ നിന്നെ പാനലിടട്ടെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവരാണ് എന്നെ നിരന്തരം ശല്യപ്പെടുത്തി എന്നെ കൊണ്ടുവന്നിരുന്നത്. പക്ഷേ ഇവർ പറഞ്ഞപ്പോൾ ഒരു നോ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഇട്ടോ, ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ല, എന്തായാലും എന്നെ ഇട്ടോളാൻ പറഞ്ഞു. എനിക്ക് ഉറപ്പാണ് ഞാൻ ഒരിക്കലും ലീഡർ ആവില്ല എന്നുള്ള കാര്യം. കാരണം എൻ്റെ അവസ്ഥ എനിക്കല്ലേ അറിയത്തുള്ളൂ, അവർക്കറിയത്തില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങൾ ഇട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ റീകോൺസ്റ്റിറ്റ്യൂഷൻ്റെ ടൈമായി. പക്ഷെ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല പ്രേ ഗ്രൂപ്പിൽ, എനിക്ക് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ജോലിക്ക് പോയി അന്ന് ഈവനിങ് ഒരു ചേട്ടനെ എന്നെ വിളിക്കുകയാണ്, ജീസസിലെ ഒരു വലിയൊരു ചേട്ടൻ എന്നെ വിളിക്കുകയാണ്. ആ ചേട്ടൻ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാണ്, എടാ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ കഴിഞ്ഞു, പുതിയ ലീഡറൊക്കെ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, പുതിയ ലീഡറൊക്കെ വന്നുല്ലോ, നമുക്ക് ഇനി അടിപൊളിയാക്കണം ചേട്ടാ, ഞാൻ എന്തായാലും കൂടെ ഉണ്ടാവും ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ വീണ്ടും ഇതൊക്കെ എൻ്റെ ഒരു ഭാഗമാണ്, ഒരു ഭാഗമായി മാറി ആ പ്രേ ഗ്രൂപ്പ്. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആ ചേട്ടൻ്റെ ഒരു ചേട്ടാ ആരെ ലീഡർന്ന് ചോദിച്ചു. അപ്പോൾ നീയാന്ന് പറഞ്ഞു. എൻ്റെ കിളി പോയി സത്യത്തിൽ. കാരണം എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, ആരുടെ അടുത്ത് ഞാൻ സംസാരിക്കത്തില്ല, എല്ലാത്തിലും പിൻവലിയുന്ന ഒരു സ്വഭാവമാണ്. എസ്പെഷ്യലി എനിക്ക് പെൺകുട്ടികളോട് സംസാരിക്കാൻ പേടിയാണ്.
എനിക്ക് എനിക്ക് അവരെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് പേടിയാണ്. അങ്ങനെ ഒരാൾ ഏകദേശം ഒരു 25ഓളം പേര് ആ ടൈമിൽ പ്രേ ഗ്രൂപ്പിൽ വരുന്നുണ്ട്. ഒരു 10-15 പേര് ഗേൾസ് ഉണ്ട്, ബാക്കി ഒരു 7-8 പേരാണ്ട് ബോയ്സ് ആണുള്ളത്. അപ്പോൾ ഇവരൊക്കെ കൊണ്ടുപോകണ്ടേ പ്രേ ഗ്രൂപ്പിൽ? ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. കാരണം പെൺകുട്ടികളുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത ഒരാൾ എങ്ങനെയാണ് ആ പ്രേ ഗ്രൂപ്പ് കൊണ്ടുപോവുക? എനിക്കങ്ങനെ കുറേ സംശയങ്ങളൊക്കെ എൻ്റെ ഉള്ളിലേക്ക് വന്നു തുടങ്ങി. എനിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ ആൾ പറഞ്ഞു, എടാ നീ പേടിക്കണ്ട, നിന്റെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട്, ഒരു അസിസ്റ്റന്റ് ലീഡർ ആയിട്ടൊരു കുട്ടി ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് എൻ്റെ ഏറ്റവും വലിയ പിന്നെ കർത്താവേ, പെൺകുട്ടി തന്നെയാണ് അസിസ്റ്റന്റ് ലീഡർ എന്നുള്ളത് സാധനം കണ്ടേ. അപ്പോൾ ഞാനങ്ങനെ എനിക്ക് ആളെ നമ്പർ തന്നു. ഞാൻ ആ കുട്ടീനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പേര് ജെറിന്നാണ്, ഞാനാണ് പ്രേ ഗ്രൂപ്പിൻ്റെ ലീഡർ, എനിക്ക് സംസാരിക്കാൻ പോലും പേടിയാണ്, വെറ വന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ അപ്പോൾ അവൾ സിമ്പിളായിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുക, ആ ചേട്ടൻ എനിക്കറിയാം, പ്രേ ഗ്രൂപ്പിലൊക്കെ ചേട്ടൻ വരാറുള്ളതല്ലേ? ഞാൻ ഒന്ന് സോറി, എനിക്ക് നിന്നെ അറിയത്തില്ല. അങ്ങനെയാണ് ഞങ്ങളൊരു 3 വർഷക്കാലം ഒരേ പ്രേ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നവരാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും എൻ്റെ എത്രത്തോളം ഉണ്ടെന്ന്. ആ ഒരു അവസ്ഥയിൽ നിന്നാണ് ഈ പറഞ്ഞ പോലെ എന്നെ സബ്സോണിൽ കുറേ ചേട്ടന്മാരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തായിരുന്നു. അവർ പറഞ്ഞു, ഇങ്ങനൊരു ട്രെയിനിങ് പ്രോഗ്രാം വരുന്നുണ്ട്, ഒക്ടോബറിലാണ് വരുന്നത്, അപ്പോൾ നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു പ്രോഗ്രാമിന് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ലീഡർ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാമിന് വരുന്നത് തന്നെ. വരുമ്പോൾ തന്നെ എനിക്ക് ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു, എന്താണ് എങ്ങനെയാണ് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേ അവസ്ഥ തന്നെയായിരിക്കും. അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂച്ചക്കുഞ്ഞിൻ്റെ ഒരു കുഞ്ഞു പൂച്ചക്കുഞ്ഞിന് അത് ആരെടുത്ത് വന്നാലും അതിന് പേടിയാണല്ലോ. അതിനെ എന്ത് ചെയ്യാനാണ്, അല്ലെങ്കിൽ അതിനെ പിടിക്കാനാണോ സ്നേഹിക്കാനാണോ എന്നൊന്നും അറിയാത്തൊരു, അതായത് ലോകമായിട്ട് അധികം ബന്ധമില്ല. നമുക്ക് ആകെ ഒരു കുറച്ച് പേര്, ഒരു 3 പേരൊക്കെയാണ് കൂട്ടുകാർ, അവരിൽ തന്നെയാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയണ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർ കളിയാക്കും. അപ്പോൾ എനിക്ക് അതുപോലെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് ഒരു തൊലിക്കട്ടിയില്ല, സത്യം പറയാൻ തൊലിക്കട്ടിയില്ലാത്തൊരവസ്ഥയായിരുന്നു. നട്ടല് എന്നൊക്കെ പറയത്തുണ്ടല്ലോ, പേരിന് പോലും ഇല്ല, കാരണം അതിനെപ്പറ്റി ചിന്തിക്കുകയില്ല എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നാണ് ഞാൻ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനായിട്ട് കടന്നു വരുന്നത്. ഇനി അതിനുശേഷം ഈ ട്രെയിനിങ് പ്രോഗ്രാമിലെ ഈ അവസ്ഥയ്ക്ക് ശേഷം ഉണ്ടായ ജെറിൻ്റെ മാറ്റം? എൻ്റെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ അഡോറേഷൻ്റെ ടൈമിലാണ് ഞാൻ ഈശോനെ അറിയുന്നത്. അതിനുശേഷം പുറത്ത് വന്നതിന് ശേഷം മുമ്പത്തെ അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് ഉള്ളിലൊരു ഹാപ്പിനെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്കൊരു ഒറ്റപ്പെടുന്ന ഒരു അനുഭവമൊക്കെ ആയിരുന്നു എനിക്ക് അതിന് മുമ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ ഉള്ളിൽ എന്തോ ഒരു സ്നേഹം, അല്ലെങ്കിൽ ഒരു സന്തോഷം, അല്ലെങ്കിൽ ആരോ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ, അങ്ങനെ ഒരു ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു സംഭവം എനിക്ക് അവിടെ നിന്ന് കിട്ടി. അത് കഴിഞ്ഞ് ഞാനങ്ങനെ പിന്നെ എൻ്റെ ലൈഫിൽ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചെയ്ത പാപമാണെന്നുള്ളൊരു ബോധം, അല്ലെങ്കിൽ ഞാൻ ഇത്രയും നാൾ ചെയ്തിരുന്നത് അതൊരു അതൊരു തെറ്റാണല്ലേ എന്നുള്ളൊരു ഒരു തിരിച്ചറിവ് എനിക്ക് കിട്ടി. ഒരു പാപബോധം എന്നൊക്കെ പറയുന്ന പോലെ ഒരു പാപബോധം എനിക്ക് കിട്ടി. പിന്നെ അവിടെ നിന്ന് ഞാൻ തിരിച്ച് നടക്കാനായിട്ട് ശ്രമിച്ചു തുടങ്ങി. ഇപ്പോൾ പാപങ്ങൾ ചെയ്യുമ്പോൾ കുമ്പസാരിക്കാനും, വീണ്ടും പാപം ചെയ്യുകയാണെങ്കിൽ വീണ്ടും കുമ്പസാരിക്കാനും, പിന്നെ വിശുദ്ധ കുർബാന സ്നേഹിക്കാനായിട്ട് എനിക്ക് കാരണമായത് എൻ്റെ ഒരു ജീവിതത്തിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ എനിക്ക് കിട്ടി. ഞങ്ങൾ ഒരേ വേവ് ലെങ്ത് ആയിരുന്നു, ഒരേപോലെ കടന്നു പോകുന്നവരായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പരസ്പരം ഇങ്ങനെ സംസാരിക്കും, ഞങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യും. അപ്പോൾ അവനൊക്കെ എന്നെ കുറേ സപ്പോർട്ട് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അതുപോലെ തന്നെ ആ ഒരു ടൈമിലാണ് ഞാൻ ബൈബിൾ ടോക്കുകളൊക്കെ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയത്, യൂട്യൂബിലൊക്കെ ടോക്കുകളൊക്കെ കേൾക്കാൻ തുടങ്ങിയത്. ആ ഒരു സമയത്ത് ഡാനിയേൽ അച്ഛൻ്റെ വിശുദ്ധ കുർബാനയുടെ ഒരു ടോക്ക് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ടച്ചിങ് ആയിരുന്നു എനിക്ക്. വിശുദ്ധ കുർബാനയിൽ ഈശോ ഇത്രയും സഹിച്ചിട്ടാണോ ചെയ്യുന്നത്? അപ്പം ഞാനും വിശുദ്ധ കുർബാനയ്ക്ക് പോകണം എന്നൊരു തീരുമാനം ഞാൻ അന്ന് എടുത്തായിരുന്നു. എന്നിട്ട് ഞാൻ അന്ന് മുതൽ ഞാൻ മുടങ്ങാതെ വിശുദ്ധ കുർബാനയ്ക്ക് പോകാനായിട്ട് ശ്രമിച്ചായിരുന്നു. ഏകദേശം ഒരു 2020 കോവിഡ് വരുന്നത് വരെ, 2019 കോവിഡ് വന്നതെന്ന് തോന്നുന്നു. ആ ഒരു ലോക്ക്ഡൗണും വരെ എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിഞ്ഞാലക്കുടയാണ്, ചേലൂർ ആണ് എൻ്റെ വീട്. ഇരിഞ്ഞാലക്കുട സ്പിരിച്വാലിറ്റിയിലാണ് ഞാനിങ്ങനെ കുർബാനയ്ക്ക് പോയിരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദിവ്യകാരുണ്യ ആരാധന ചാപ്പൽ ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. സ്പിരിച്വാലിറ്റി സെൻറ്ററിന് അവിടെ കുർബാന ഉണ്ട് ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഇതൊക്കെ ഈശോനെ പഠിപ്പിക്കുകയായിരുന്നു. ഇവിടെ കുർബാനയുണ്ട്, ദിവ്യകാരുണ്യത്തിൽ ഈശോയുണ്ട്. അങ്ങനെ ഞാനങ്ങനെ
ആ ഒരു സമയത്ത് ഞാൻ പതുക്കെ വളർന്നു. പിന്നെ എല്ലാവരുടെ അടുത്ത് സംസാരിക്കാനായിട്ട് എനിക്ക് പറ്റി. GC പ്രൈ ഗ്രൂപ്പ് ഞാൻ ലീഡറായിട്ട് ഒരു വർഷം ആദ്യമൊക്കെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിന്ന് പോകുന്നൊരവസ്ഥയായിരുന്നു. പക്ഷേ നിന്ന് പോവാതെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഈശോ ആ ഒരു പ്രൈ ഗ്രൂപ്പൊക്കെ എന്നെ കൊണ്ടുപോയി ലീഡ് ചെയ്യാനൊക്കെ ആയിട്ട് എന്നെ പഠിപ്പിച്ചു. പിന്നെ ഈ പറഞ്ഞതുപോലെ ആ ഒരു പ്രൈ ഗ്രൂപ്പ് ലീഡർ അതിനുശേഷം സബ്സോണിൻ്റെ സർവീസ് ടീമിലേക്ക് എന്നെ എലക്ട് ചെയ്തു. സബ്സോൺ സർവീസ് ടീം മെമ്പറായിട്ട് ഞാൻ 2 വർഷം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്തൊക്കെ ഞാൻ ഈശോയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു ദിവസം സ്പിരിച്വാലിറ്റിയിൽ ചാപ്പലിൽ പോയിട്ട് ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇങ്ങനെ ഇരുന്നിട്ട്, ഈശോ എനിക്കൊന്നും അറിയില്ല, എന്നെ എന്തിനാണ് നീ വിളിച്ചേക്കുന്നത്, എന്നെ എന്ത് കണ്ടിട്ടാണ് എന്നെ വിളിച്ചേക്കുന്നത് എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈശോ എൻ്റെ അടുത്ത് ബൈബിളിലൂടെ തന്നൊരു ആൻസർ എന്ന് പറഞ്ഞാൽ, കേവലം ബാലനാണെന്ന് നീ പറയരുത്, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ പറയുന്നത് എന്ത് നീ സംസാരിക്കണം എന്നുള്ളൊരു അങ്ങനെ വചനത്തിലൂടെ ഈശോ എന്നെ ശക്തിപ്പെടുത്താനായിട്ട് ഈശോ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഈശോ ആണ് കൂടെ ഉള്ളതെന്നുള്ള ഒരു ഉറപ്പ് കിട്ടി കഴിഞ്ഞപ്പോൾ ഇപ്പം എന്തിനെ ഫേസ് ചെയ്യാനായിട്ട് തീർച്ചയായും എനിക്ക് പറ്റും. അതിനൊരു എക്സാമ്പിളൊക്കെ പറയുകയാണെങ്കിൽ, എന്നെ കഴിഞ്ഞ മാസം എന്നെ ഒരു ജീസത്തൊരു ചേട്ടൻ വിളിക്കുകയാണ്. ആള് പറയുകയാണ്, വ്യാഴാഴ്ച വിളിക്കുന്നത്, വെള്ളിയാഴ്ച ഒരു ടോക്ക് ഉണ്ട് വരണമെന്ന് പറയാണ്. അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ മലപ്പുറത്ത് പെരിന്തൽമണ്ണയിലാണെന്ന് പറഞ്ഞു. അതും ഫസ്റ്റ് യൂത്ത്, അതായത് ഫ്രഷ് യൂത്താണ്. അവർക്ക് ഈശോ ആരാന്ന് ഒന്നും അറിയാത്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധമില്ല. ജീസസ് യൂത്ത് അല്ല നമ്മുടെ ആദ്യത്തെ അവസ്ഥ. ജീസസ് യൂത്ത് അല്ല, ജീസസ് യൂത്ത് ബാക്ക്ഗ്രൗണ്ടേ അല്ലാത്ത ഫ്രഷേഴ്സ് ആയിരിക്കുന്ന ഒരു യൂത്തിൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു യെസ് ഞാൻ പറയാം. എന്നിട്ട് ഓക്കെ എടാ ഒരു കൺഫർമേഷൻ വൈകുന്നേരം തന്നാൽ മതി എന്ന് പറഞ്ഞു. അതിന് വൈകുന്നേരം ആയപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഏട്ടാ ഞാൻ റെഡിയാണ്, ഞാൻ വരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പോവാണ്. അതായത് 2 പേരുടെ അടുത്ത് പോലും സംസാരിക്കാൻ പറ്റാത്ത ഞാൻ, എനിക്ക് ഏതാ നാടെന്ന് പോലും അറിയാതെ, പെരിന്തൽമണ്ണയിലെ നാട് ഏതാന്ന് പോലും അറിയാതെ ഞാൻ അവിടെ പോയി ആരാന്ന് പോലും അറിയില്ല, എങ്കിലും ഞാൻ അവരുടെ അടുത്ത് 1 മണിക്കൂർ സെഷൻ ഞാൻ എടുത്തായിരുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ഗുജറാത്തിലേക്ക് ഒരു മിഷൻ യാത്ര പോകാനായിട്ട് കർത്താവ് കൃപ തന്നു. അതുപോലെ കിഡ്സിൻ്റെ ഒരു പ്രോഗ്രാമുകൾക്ക് ഏകദേശം ഒരു 5-6 പ്രോഗ്രാമുകൾ, ഏകദേശം 500ഓളം കുട്ടികൾ കിഡ്സിൻ്റെ ഉണ്ടായിരുന്ന അറ്റൻഡ് ചെയ്ത പ്രോഗ്രാമിൽ സെഷൻ എടുക്കാനായിട്ട് കർത്താവ് കൃപ തന്നു. എനിക്കതൊക്കെ ആലോചിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് എന്നെ ഉയർത്തുകയും, ഇപ്പോൾ ആരോടാണേലും സംസാരിക്കാനാണേലും ഒരു ഉളുപ്പില്ല. അത് അങ്ങനെ പച്ചക്ക് പറയുകയാണെങ്കിൽ എങ്ങനെ ഉളുപ്പില്ലാത്തൊരവസ്ഥയാണ്. എവിടെ കൊണ്ടിട്ടാലും 4 കാലിൽ വീഴുള്ളൂ. എന്നെ എടുത്തുകൊണ്ട് നടക്കുന്നത് കർത്താവാണ്. അതെ, ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും അത് കർത്താവാണ്. 3 ആക്സിഡന്റ് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ. അത് 3ഉം നല്ല രീതിയിലുള്ളൊരു ആക്സിഡന്റ് ആയിരുന്നു. ഞാൻ ബൈക്കാണ് റൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വട്ടം ഡിവൈഡർമ കൊണ്ട് ബൈക്ക് ഇടിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം പട്ടി ക്രോസ് ചെയ്തിട്ട് അതിനെ ഇടിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒരു കാർമ കൊണ്ട് ഇടിച്ചിട്ടുണ്ട്. ഈ 3ലും അത്യാവശ്യം പരിക്ക് പറ്റേണ്ടതായിരുന്നു. പക്ഷേ നിസ്സാര പരിക്കുകളോട് കൂടിയിട്ടാണ് ഞാനൊന്ന് രക്ഷപ്പെട്ടത്. ആ ഒരു സമയങ്ങളിൽ പോലും വിശുദ്ധ കുർബാന മുടങ്ങാതെ എല്ലാ ദിവസവും ബലി അർപ്പിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് GC യൂത്തിലെ ഓരോ മെമ്പേഴ്സിനെ വിളിക്കും, അപ്പോൾ അവർ എന്നെ കൊണ്ടുപോകും. അങ്ങനെ ഒരു ദിവസം പോലും വിശുദ്ധ ബലി മുടങ്ങാതെ അർപ്പിക്കാൻ, കോവിഡിൻ്റെ ടൈമിലാണെങ്കിൽ പോലും അച്ഛന്മാരുടെ അടുത്ത് വിളിച്ച് ചോദിക്കാനും, അച്ഛൻ വന്നോട്ടെ എന്ന് ചോദിക്കാനും, ചില സമയങ്ങളൊക്കെ ഇടവകക്കാർക്ക് മാത്രമാണ് ബലിയിൽ പങ്കെടുക്കാനായിട്ടുള്ള അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പള്ളിക്ക് പുറത്ത് നിന്ന് ജനലിലൂടെ വിശുദ്ധ കുർബാന കണ്ട് ദിവ്യകാരുണ്യ സമയമാകുമ്പോൾ, ദിവ്യകാരുണ്യ സ്വീകരണ സമയമാകുമ്പോൾ വാതിൽ തുറക്കുമ്പോൾ ഈശോനെ സ്വീകരിച്ച് വീണ്ടും പുറത്തേക്ക് വന്ന്, അങ്ങനെ ഒരു സ്നേഹം എന്നെ, ആ ഒരു സ്നേഹത്തിലേക്ക് എന്നെ എത്തിച്ചു ഈശോ. ജെറിന് ഓർമ്മയുണ്ടോ? ജെറിനോട് ആദ്യമായിട്ട് ഞാൻ വിളിച്ച് സംസാരിക്കുന്ന ആ ടോപ്പിക്കിനെ കുറിച്ച് ഓർക്കുന്നുണ്ടോ? തീർച്ചയായും. ഞാൻ ഈ പറഞ്ഞ പോലെ വീട്ടിലിരിക്കുമ്പോൾ സിസ്റ്ററിനെ വിളിച്ചിട്ട് അന്ന് പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായില്ല, ആരാന്നൊന്നും മനസ്സിലായില്ല. അന്ന് സംസാരിച്ചു, അന്ന് മുമ്പ് കണ്ടു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. സിസ്റ്റർ ഒന്ന് പറയാതെ എനിക്കിങ്ങനെ കൃത്യമായിട്ട്. അത് പ്രയർ മീറ്റിങ്ങിന്, സാധാരണ കൊറോണയുടെ സമയത്തൊക്കെ ഓൺലൈനിലാണ് നമ്മുടെ പ്രയർ മീറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ പ്രയർ മീറ്റിംഗ് നടക്കുമ്പോൾ ഞാൻ ഓരോരുത്തരും നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമ്പസിന്റെ ടീമിലായിരുന്നു. അപ്പൊ ക്യാമ്പസിനെ സപ്പോർട്ട് ചെയ്തിട്ട് ജെറിൻ അതിലുണ്ട്. ഫുൾ ടൈം പ്രയറിന്റെ ഫുൾ ടൈം കയ്യിലൊരു കൊന്തയൊക്കെ പിടിച്ച്, ശരിക്കും പറഞ്ഞ ഒരു പ്രയർ മോഡ് ആ ലുക്കിൽ തന്നെ കിട്ടുന്ന ഒരു വൈബ്രേഷൻ ഉണ്ടായിരുന്നു. നന്നായി ഒരു പ്രയർ ആ അറ്റ്മോസ്ഫിയറിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. അതെന്തുകൊണ്ടാണ് കയ്യിൽ ഫുൾ ടൈം കൊന്തയൊക്കെ പിടിച്ച്, യുവജനങ്ങളിൽ അധികം ഒന്ന് കൊന്തയൊക്കെ ഫുൾ ടൈം പിടിച്ചുകൊണ്ടിരിക്കുന്ന ആരും കണ്ടിട്ടില്ല. അപ്പൊ പരിശുദ്ധ അമ്മേനെ കുറിച്ചുള്ള എന്തെങ്കിലും?
അമ്മേനെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അമ്മേനെ അങ്ങനെ പേഴ്സണലി കുറേ അനുഭവങ്ങൾ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ഞാൻ മിക്ക ദിവസം മുടങ്ങാതെ ജപമാല ചെല്ലാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ ജോലിക്ക് പോകുമ്പോഴൊക്കെ പോകുന്ന വഴിയൊക്കെ ജപമാല ചെല്ലിയിട്ടാണ് ഞാൻ പോകാറുള്ളത്. പെട്ടെന്ന് തന്നെ അമ്മയുടെ ഒരു കാര്യം ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്നത് പെന്തക്കോസ്ത നമ്മളെ ജീവിതത്തിനെ സംബന്ധിച്ച് റീകമ്മിറ്റ്, അതെ ഏറ്റവും അടിച്ചു പൊളിക്കുന്ന ഒരു ദിവസം. അതെ അതെ, നമ്മള് റീകമ്മിറ്റ്മെന്റ് ഡേ ആണ്. നമ്മള് ഒരു കിട്ടുന്ന ദിവസമാണ്. സ്ലീഹന്മാരിൽ പരിശുദ്ധാത്മാന്ന് പറഞ്ഞ പോലെ നമുക്കൊരു ഇത് കിട്ടുന്ന ദിവസമാണ്. പക്ഷെ ഈ ഒരു ഉത്തരവാദിത്തങ്ങളൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ അത്രയും ആഘോഷിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതിന്റെ ഗ്രേസ് വേറെ ലെവലാണ്. അത് ആ ഒരു ഇപ്പൊ ഏത് പ്രോഗ്രാം ആണെങ്കിലും അത് കഴിയുമ്പോഴാണ് കർത്താവിന്റെ കൃപ നമുക്ക് ഇരട്ടിയായി നമുക്ക് മനസ്സിലാവുന്നത്. ആ ഒരു ഈശോയ്ക്ക് വേണ്ടി ഇങ്ങനെ ഓടി നടന്ന് എല്ലാം കഴിയുമ്പോഴാണ് ഓക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ തരാറുള്ളത്. അപ്പൊ ഞാനിങ്ങനെ ഒരു റീകമ്മിറ്റ്മെന്റ് കഴിഞ്ഞ് ഞാനിങ്ങനെ വീട്ടിലേക്ക് പോവാണ്. ബൈക്കിൽ ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു പാട്ട് പാടുന്ന ഇങ്ങനെ ഓർമ്മ വരിക. അപ്പൊ ഞാനിങ്ങനെ നന്നായി ഇങ്ങനെ പാടിയത് ബൈക്കിലാണ്. നമ്മള് എന്താ പറയാ, ഹെൽമെറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ആരും കേൾക്കില്ല, നമ്മൾ ഭയങ്കര ഗായകരാണല്ലോ. അതെ 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 അതെ. അപ്പൊ ഇങ്ങനെ പാടി പോവാണ്. പാടി ഇങ്ങനെ പോകുമ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഞാൻ വീട്ടിലെത്തിയിട്ട് ആ ലിറിക്സ് ഒന്ന് എഴുതി. അപ്പൊ നല്ല രസമുണ്ട്. പിന്നെ അതിന് പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന വഴിയും ഇങ്ങനെ പാട്ടുകൾ കിട്ടുന്നു. ഈശോയെ ബന്ധപ്പെട്ട് ഈശോയുടെ കുരിശുമായി ബന്ധപ്പെട്ട് ഒരു പാട്ട് ഇങ്ങനെ കിട്ടി. അപ്പൊ ഞാനും അതിങ്ങനെ ലിറിക്സ് എഴുതി. അങ്ങനെ ഒരു 3-4 പാട്ടുകൾ ഇങ്ങനെ ഈശോയുടെ പറ്റി തന്നെയാണ് പാട്ടുകൾ ഇങ്ങനെ വരുന്നത്. അപ്പൊ എനിക്ക് പെട്ടെന്ന് തന്നെ ചിന്ത തോന്നി, മാതാവിനെ പറ്റി എന്താ പാട്ടില്ലാത്ത എന്ത് ഈശോ, അതെ അതെ അതെ, ഞാൻ പരിശുദ്ധാത്മാവിനോട് എന്ത് പരിപാടി കാണിക്കണേ, മാതാവിന്റെ പാട്ട് വേണമല്ലോ. എന്നിട്ട് ഞാനിങ്ങനെ ചോദിച്ചു, വാശി പിടിച്ചു, എനിക്ക് മാതാവിന്റെ പാട്ട് വേണമെന്ന് വാശി പിടിച്ചിട്ട് അങ്ങനെ എനിക്ക് ഒരു ലിറിക്സ് അങ്ങനെ കിട്ടി. ഞാനങ്ങനെ അതും എഴുതി. പറയുകയാണെങ്കിൽ ബാക്കി പാട്ടുകളെക്കാൾ മുൻപ് തന്നെ ഫസ്റ്റ് യൂട്യൂബിൽ അത് റിലീസായത് മാതാവിന്റെ ഞാൻ എഴുതിയ ഫസ്റ്റ് പാട്ടാണ്. ഔസപിതാവ് സമയം വരും. അതെ, പുള്ളിക്കാരൻ ഉറങ്ങുമ്പോ സ്വപ്നം കാണുന്ന വ്യക്തിയാണല്ലോ. അത് എന്തായാലും അതെ കിട്ടും. അത് ശരിയായിരിക്കും, ഉറക്കത്തിൽ കൂടെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് പരിശുദ്ധ അമ്മയായിട്ടുള്ളത്. അതെ, അമ്മ എപ്പോഴും കൂടെ ഉണ്ട്. പക്ഷെ അമ്മേനെ പറ്റി അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാനായിട്ടുള്ള സാധനങ്ങളില്ല. പക്ഷെ അമ്മ എപ്പോഴും എൻ്റെ ഒപ്പമുള്ള അമ്മയാണ്. മാതാവാണ് എടുത്ത് ഈ പൂച്ചക്കുട്ടീനെ ഈശോയുടെ കൈ കൊടുത്തത്. തീർച്ചയായും അത് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം അമ്മ എപ്പോഴും സൈലന്റ് ആണല്ലോ. അമ്മ എപ്പോഴും സൈലന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഈശോ പറയുന്നത് എന്താണെന്ന് ചെയ്യാൻ. അതുപോലെ തന്നെയാണ് എൻ്റെ ലൈഫിൽ എൻ്റെ അമ്മയുണ്ട്, മാതാവുണ്ട്. അത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അമ്മ പ്രത്യക്ഷത്തിൽ അങ്ങനെ അധികം വന്നിട്ടില്ല. വന്ന സമയങ്ങളൊക്കെ അമ്മ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്, അത് ഞാൻ ഈശോനെ അകന്ന് പോകുമ്പോഴൊക്കെയാണ് അമ്മ വരാറുള്ളതും വീണ്ടും ഈശോയിലേക്ക് ചേർത്ത് നിർത്താറൊക്കെ ചെയ്യാറുള്ളത്. പാട്ടിൻ്റെ സ്റ്റാർട്ടിങ്, അതായത് ഞാൻ പറഞ്ഞല്ലോ പാട്ട് എന്ന് പറഞ്ഞത്, അതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാകുലത വേണ്ട, അലസനാവേണ്ട, അമ്മ നിൻ ചാരയുണ്ട് എന്നുള്ളൊരു അങ്ങനെ ഒരു വരിയാണ് ആ പാട്ടിൻ്റെ തുടക്കം എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ അമ്മ എപ്പോഴും എൻ്റെ ഒപ്പം ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ്. അതിലിനി വേറെ ഒരു സംശയത്തിൻ്റെ ഒരു ആവശ്യമില്ല അങ്ങ് പറയുകയാണെങ്കിൽ. ഇനി ഇപ്പോ ജെറിന് തോന്നുന്ന എക്സ്പീരിയൻസ് എന്താണ്? അതായത് ഒരു തോൽവി, ഞാൻ ഭൂലോക തോൽവിയാണെന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം വന്നു, ഈശോയുടെ ഒരു സ്പന്ദനം എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഇപ്പം എങ്ങനെയാണ് ജീവിതം തകർത്ത് ആഘോഷിക്കുന്നത്? അതായത് എന്നെ അറിയണ ഒരു കർത്താവുണ്ട്, അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എനിക്ക് പക്ഷെ അന്ന് ആ ഒരു ബോധ്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഞാൻ മാത്രമാണ് എന്നെ അറിയത്തുള്ളൂ, അല്ലെങ്കിൽ എന്നെ ആരും മനസ്സിലാക്കാനില്ല, അല്ലെങ്കിൽ ഞാൻ സിസ്റ്റർ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര തോൽവിയാണ്, ഞാൻ തോറ്റോട് തന്നെയാണ് കിടക്കുന്നത്, ഇവിടെ നിന്ന് എനിക്കൊരു രക്ഷയില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു സാധനം എഴുതേണ്ടതുണ്ടായിരുന്നു. പക്ഷെ മറിച്ച് അവിടെ നിന്ന് കർത്താവിനെ പൊക്കിയപ്പോൾ ഇപ്പം എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ എവിടെ പോവുകയാണെങ്കിലും എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്. ഞാൻ എവിടെ എന്ത് ചെയ്യുകയാണെങ്കിലും എൻ്റെ കർത്താവിൻ്റെ കൂടെ, ഞാൻ ജോലി ചെയ്യുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്, ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ എൻ്റെ കൂടെയുണ്ട്, ഞാൻ ജീവിതത്തിൽ മുന്നേറ്റിലായിരിക്കുമ്പോൾ കൂടെയുണ്ട്, എന്നെ സെഷൻ എടുക്കാനായിട്ട് ഞാൻ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ കർത്താവിൻ്റെ കൂടെയുണ്ട്. എന്നെ എവിടെ കർത്താവ് എത്തിക്കുന്നുണ്ടോ അവിടെ എന്നെക്കുറിച്ച് ആ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്, അല്ലാണ്ട് എന്നെ എത്തിക്കത്തില്ല. ആ ഒരു ഉറപ്പിൻ്റെ മേലാണ് ഞാൻ ഇപ്പോൾ ഇവിടെയാണേലും ഞാൻ നിൽക്കുന്നത്. ആ ഒരു ഉറപ്പിൻ്റെ മേല. ആദ്യം ജെറിൻ ഷെയർ ചെയ്തൊരു ഇതെടുക്കുവാണ്. കാരണം പൂച്ചക്കുട്ടി കുഞ്ഞു പൂച്ചക്കുട്ടി അത് പലരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒത്തിരി ഭയമാണ്. ആരെന്നെ എടുക്കാൻ വരുന്നു, തൊടാൻ വരുന്നു, ആ ഭയത്തിലായിരുന്നു കുറെ നാൾ അല്ലേ. പക്ഷെ ആ എടുത്ത് പ്രയോഗിക്കുന്നവന്റെ കയ്യില് ആ കയ്യിലിരിപ്പാണ്
നമ്മളെ എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റുന്നത്. അതാണ് ജെറിന്റെ ജീവിതം അല്ലേ? അത് എന്നെ എടുത്തത് വേറെ ആരും വരുന്നില്ല, ഈശോ ആണ് എന്നെ എടുത്തത്. ഇനി എനിക്ക് ഒന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് ഞാനിപ്പോ ആയിരിക്കുന്നത്. അതാണ്, അതായത് ആ പൂച്ചക്കുഞ്ഞ് അത്രയും സിമ്പിൾ ആയിട്ട് സേഫ് ആയിട്ട്, ഇനി ഇതില് വേറെ സേഫ് ആയിട്ടുള്ള സ്ഥലം ഇല്ല. ആ ഒരു സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എന്തിനും തയ്യാറാണ്. എവിടെ കൊണ്ടിട്ടാലും ആ ഭാഷ അറിഞ്ഞില്ലേ പോലും കുഴപ്പമൊന്നുമില്ല, എടുത്ത് ഉപയോഗിച്ചോളും. അത്രേ ഉള്ളൂ. ജെറിൻ പ്രവർത്തിക്കുന്ന മേഖലകള്, ഞാനിപ്പോ ഇരിഞ്ഞാലക്കുട സോണലിന്റെ കൗൺസിൽ ടീം മെമ്പറാണ്. അതുപോലെ തന്നെ ഞാനിപ്പോ പറഞ്ഞ പോലെ KIC ഡയറി ഡിവിഷനിൽ 5 വർഷമായിട്ട് ഞാൻ സേവനം ചെയ്യുന്നു. അതുപോലെ അങ്ങനെ മേഖലകൾ എന്ന് പറയുന്നത് ഇതാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ ഈശോനെ കൊടുക്കാനായിട്ട് എവിടെയൊക്കെ അവസരം ഉണ്ടോ അവിടെയൊക്കെ ഞാനുണ്ട്. അത് തീർച്ചയായിട്ടും അന്ന് കർത്താവിന് കൊടുത്തൊരു വാക്കാണ്, നീ എനിക്കിത് ചെയ്തു തരാൻ, ഞാൻ അത് നിനക്ക് ചെയ്തു തന്നിരിക്കും, മരണം വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും എന്നൊരു വാഗ്ദാനം. അത് പലപ്പോഴും അതിൽ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു ബേസ് വിട്ടിട്ട് ഒരിക്കലും ഒരു കളിയില്ല, ഇല്ല, കോംപ്രമൈസും ഇല്ല. കാരണം അങ്ങനെ പോവാണെങ്കിൽ തന്നെയും കർത്താവ് വീണ്ടും എന്നെ ചേർത്ത് വീണ്ടും എടുക്കും. ആ ഒരു ഉറപ്പുണ്ട്. തനിക്ക് ഒന്നും അറിയില്ല, തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരവസ്ഥയിൽ നിന്നാണ് നമ്മുടെ ജെറിൻ തന്നെ ഉപയോഗിക്കുന്നവന് അല്ലെങ്കിൽ തന്നെ ശക്തനാക്കുന്ന ഈശോയിലൂടെ മാത്രമേ തനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ എന്ന ഒരു ബോധ്യത്തിലേക്ക് എത്തുന്നത്. വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നത് പോലെ ഈശോയുടെ കയ്യിലെ കളിപ്പാട്ടമാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. ഇത്തരത്തിൽ ഈശോയുടെ സ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞ മറ്റൊരു വ്യക്തിത്വവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം.